എന്റേത് മാത്രം. രചന ജുബൈരിയ ജുബി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ. ഷെമീന, മാൻ്റെ കുട്ടിക്ക് നിസാമിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലായിക്കൂടെ? എത്രയാന്ന് വെച്ചാൽ ഊനിങ്ങനെ കാത്തിരിക്കുക. എൻ്റെ കാര്യത്തിലൊരു പ്രതീക്ഷയും വേണ്ടാന്ന് ഡോക്ടർ എന്നെ പറഞ്ഞല്ലേ മോളെ. അവന് വേണ്ട ഒരു കൂട്ട്. കാലാകാലം ഓനെയും കുഞ്ഞിനെയും നോക്കാനും ഓർക്ക് വെച്ച് വിളമ്പാനും ഉമ്മാനെ കൊണ്ട് കഴിയോ? ഈ പറഞ്ഞാലേ മോളെ ഓള് കേൾക്കൂ. ഉമ്മാൻ്റെ കുട്ടി ഓനോട് പറയണം, ഉമ്മ പറഞ്ഞ പെണ്ണിനെ പോയെന്ന് കാണാൻ. ആയിഷമ്മ പറഞ്ഞ വാക്കുകൾ നേരെ വന്ന് പതിച്ച് ഷമീനയുടെ ഹൃദയത്തിലേക്കാണ്. ആ വാക്കുകൾക്ക് വാളിനേക്കാൾ മൂർച്ചയുണ്ടെന്ന് തോന്നി അവൾക്ക്. ആ ഓരോന്ന് ഹൃദയത്തിൽ തട്ടി രക്തം വാർന്നൊലിക്കും പോലെ വേദനിപ്പിച്ചു. ഷമീനയുടെ മിഴികളിൽ നിന്നൊരു നീർത്തുള്ളി കവിളിലൂടെ ഉരുണ്ടിച്ചാടി. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല മോളെ, നീ തന്നെ ഒന്ന് ഓർത്തു നോക്ക്. നീ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞില്ലേ ഇപ്പോൾ? ആയിഷമ്മ വീണ്ടും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും അതൊന്നും ഷമീനെ കേട്ടില്ലെന്ന് പറയുന്നതാവും ശരി. അവന് വേണ്ടി ഒരു കൂട്ട്. ആ വാക്കിൽ തന്നെ കൊരുത്തിൽ കയറുന്ന അവളുടെ ഹൃദയം. കൗമാരത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേ നെഞ്ചിൽ കയറിയ മുഖമാണ് നിസാം എന്ന് എൻ്റെ നിശുക്കാൻ്റേത്. ആരോടും പറയാതെ ഉള്ളിൽ പൂഴ്ത്തി വെച്ചു ഒരുപാട് നാള്. ഡിഗ്രി അവസാന വർഷമായപ്പോൾ വീട്ടിൽ കല്യാണാലോചനകൾ തകൃതിയായി നടന്നുകൊണ്ടിരുന്നു. അപ്പോഴും എൻ്റെ ഇഷ്ടം ഒരു കുറവില്ലാതെ ഉള്ളിൽ കിടപ്പുണ്ട്. ആരോടും പറയാതെ ഉള്ളിൽ കിടന്ന് വീർപ്പുമുട്ടുകയായിരുന്നു. ഇനിയും ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ നീച്ചുക്കാൻ എനിക്ക് നഷ്ടമാവുമെന്ന് തോന്നിയപ്പോൾ ഉപ്പാനോട് പേടിയോടെയാണെങ്കിലും കാര്യം അവതരിപ്പിച്ചു. ബാപ്പ, എനിക്ക് നിസാമിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് നിസാമിക്കാനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. ബാപ്പയൊന്ന് ചോദിക്കുക അവരോട്. കേട്ടപാടെ ബാപ്പ കൂർപ്പിച്ചൊരു നോട്ടമായിരുന്നു. പക്ഷെ ആകെയുള്ള മോളുടെ ഇഷ്ടത്തെ ഉപ്പ് എതിർത്തില്ല. നീച്ചുകാരൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചു. അവർക്കും സമ്മതം. ഈ കുറുമ്പിപ്പെണ്ണിൻ്റെ നെഞ്ചി കയറി കൂടിയിട്ട് നാളെ എത്രയെന്ന് അറിയോ? ഇത്രയും മൊഞ്ചത്തിയായ ഷമീനാക്ക് ഈ പാവം പിടിച്ച നിസാമിന് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഒന്നും പറയാണ്ടിരുന്നു. പെണ്ണ് കാണാൻ വന്നപ്പോൾ നിസാം പറഞ്ഞ വാക്കുകൾ അത് മതിയായിരുന്നു അവളുടെ ഉള്ളം നിറയാൻ. നാളത്തിൽ കുതിർന്ന ചിരി അവന് സമ്മാനിച്ചുകൊണ്ട് തിരികെ നടക്കുമ്പോൾ മനസ്സ് തുള്ളിച്ചാടുകയായിരുന്നു. അന്നു മുതൽ തുടങ്ങിയായി ഞങ്ങളുടെ സുന്ദര നിമിഷങ്ങൾ. പരസ്പരം സ്നേഹിച്ചു, പ്രണയം പങ്കുവച്ചു. നീച്ചുക്ക് എനിക്ക് നൽകുന്ന സ്നേഹവും പരിഗണനയും പലപ്പോഴും എൻ്റെ കണ്ണ് നനയിച്ചിട്ടുണ്ട്. ഒരു ദിവസം പോലും ആളെ പിരിഞ്ഞിരിക്കാൻ ഇഷ്ടമില്ലായിരുന്നു എനിക്ക്. എൻ്റെ വീട്ടിലേക്ക് പോയാൽ പോലും വൈകുന്നേരമായാലും ഞാൻ ആളെ വിളിച്ച് കരയാൻ തുടങ്ങും. എവിടെയില്ലാത്ത പോലെ ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞ് ഉമ്മ എപ്പോഴും കളിയാക്കും. നീച്ചുക്ക് ആഗ്രഹിച്ചിരുന്ന പോലെ ഒരു മോൾ കൂടി ഞങ്ങൾക്കിടയിലേക്ക് വന്നപ്പോൾ സ്വർഗത്തിലാണ് ഞാനെന്ന് തോന്നിയിട്ടുണ്ട്. ഇണക്കങ്ങളും പിണക്കങ്ങളും തമാശയും കളിച്ചിരിയും സ്വർഗം തന്നെയായിരുന്നു ഞങ്ങളുടെ വീട്. പക്ഷേ ആ സന്തോഷങ്ങൾക്കൊന്നും വലിയ ആയുസില്ലായിരുന്നു. ദൈവത്തിന് പോലും അസൂയ തോന്നിയിട്ടുണ്ടാവും എന്നോട്. അതാവും ബ്രെയിൻ സ്ട്രോക്ക് എന്ന രോഗം തന്ന് എന്നെ അങ്ങ് തളർത്തി കളഞ്ഞത്. ഒരാളുടെ സഹായമില്ലാതെ ഒന്ന് എണീറ്റിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. ശവം കണക്കി ഈ ബെഡിൽ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷം 2 കഴിഞ്ഞു. എത്ര പിടിച്ചു വെച്ചിട്ടും മിഴികൾ നിറഞ്ഞു തൂവിക്കൊണ്ടിരുന്നു. എന്നാ പിന്നെ ഉമ്മ ഇറങ്ങട്ടെ മോളെ, ഇനിയും നിൽക്കണില്ല. നിസാമ് വരുമ്പോൾ ഉമ്മ പറഞ്ഞ കാര്യം പറയാൻ മറക്കണ്ട കേട്ടോ. ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ വീണ്ടും പറഞ്ഞു നിശുക്കാൻ്റെ ഉമ്മ. നോവാൽ തീർത്തൊരു പുഞ്ചിരി എടുത്തണിഞ്ഞ് അവരോടൊന്ന് തലയലിപ്പിച്ചു. അപ്പോഴും തന്നെ പ്രിയപ്പെട്ടവൻ്റെ മുഖം മാത്രമായിരുന്നു മനസ്സിൽ നിറയെ. നിശുക്ക എൻ്റെ മാത്രമല്ലേ, ഷെമീനാൻ്റേത് മാത്രം. ആളൊരു പെണ്ണിനോട് അടുത്ത് സംസാരിക്കുന്ന കണ്ടാൽ പോലും കുശുമ്പ് തോന്നാറുണ്ട്. പരിഭവം പറഞ്ഞ് പിണങ്ങാറുണ്ട്. ഞാനെങ്ങനെ നിശുക്കാനോട് മറ്റു വിവാഹം കഴിക്കാൻ പറയും? എന്നെ കൊണ്ട് പറ്റുമോ? അതിന് പറ്റണം. ഇനി ഈ ബെഡിൽ നിന്ന് എണീറ്റ് നിശുക്കാൻ്റെയും മോളുടെയും ഒപ്പം ഒരു ജീവിതം. കൊതിയുണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ലെന്നറിയാം. അതുകൊണ്ട് ഉമ്മയുടെ ആഗ്രഹം പോലെ നിശുക്ക മറ്റൊരു വിവാഹം കഴിക്കണം. വൈകുന്നേരമായപ്പോൾ പതിവ് പോലെ നിസാം ഷെമീനയെ കാണാനെത്തി. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ കുളിച്ച് നേരെ ഷെമീനയുടെ വീട്ടിലേക്ക് വരും. പിന്നെ പാതിരാവരെ അവൾക്ക് കൂട്ടിരിക്കും. ഷെമീന ഉറങ്ങിയ ശേഷമേ നിസാം വീട്ടിലേക്ക് പോകും. മോളെ ബെഡിൽ ഷെമീനയുടെ അരികിലിരുത്തി അവനൊരു കസേര നീക്കിയിട്ട് അതിലേക്ക് ഇരുന്നു. ആള് നോക്കി മനോഹരമായൊന്ന് ചിരിച്ചു. ആളും അവനെ നോക്കിയൊന്ന് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമം നന്നായി പരാജയപ്പെട്ടിരുന്നു. ഉള്ളിലെന്തോ ഒരു ഭാരം നിറഞ്ഞു നിൽക്കും പോലെ ആ മുഖത്ത് നോക്കി ഞാനെങ്ങനെ പറയും റബ്ബേ. അവളൊന്ന് വിശ്വസിച്ചു. അവനും അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. മുഖത്തിനാകെ ഒരു വാട്ടം. എന്താണ് പാത്തു, ഇന്നൊരു ഉഷാറില്ലല്ലോ? എന്തുപറ്റി എൻ്റെ ബീവിക്ക്? നിസാമിന്റെ ശബ്ദം കേട്ടതും കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു. കരഞ്ഞു കളങ്ങിയ കണ്ണുകൾ അവനിൽ നിന്ന് മറച്ചു പിടിക്കാൻ അവൾ പാടുപെട്ടു. ഇക്കാക്ക് എന്നോട് ശരിക്കും സ്നേഹമുണ്ടോ? അവൾ നീറുന്ന നോവുള്ളിൽ ഒളിപ്പിച്ച് വെച്ച് ചോദിച്ചു. എന്ത്? അവൻ പുരികം ചൊളിച്ചു. ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴും എന്നോടുണ്ടോന്ന്? ഇല്ല, ഇപ്പോൾ അതിൻ്റെ പാതിയായി കുറഞ്ഞിട്ടുണ്ട്. എന്ത്? പെട്ടെന്ന് തന്നെ അവൻ്റെ മറുപടി കിട്ടി. അവളുടെ മുഖമൊന്ന് താഴ്ന്നു. എൻ്റെ പാത്തു, എന്തൊക്കെയായത്? അന്നോടുള്ള സ്നേഹം കുറേ. ദേ ഇങ്ങോട്ട് നോക്ക്. അവനവൻ്റെ ഇടനെഞ്ചിലേക്ക് കൈവച്ച് കാണിച്ചു. ഇവിടെ മുഴുവൻ എന്നോടുള്ള സ്നേഹമാണ്. ഇനിയിപ്പോൾ തുറന്നു കാണിച്ചാലേ വിശ്വസിക്കണമെന്നുണ്ടോ പാത്തു? അവൻ പറഞ്ഞോട് അവൻ ചിരിച്ചു. എന്നാൽ ഞാൻ പറയുന്നൊരു കാര്യമൊക്കെ കേൾക്കുമോ? ആദ്യം കാര്യം പറ, എന്നിട്ട് തീരുമാനിക്കാം. പിന്നെ ഇക്ക ഉമ്മയും താത്തമാരും പറയുന്ന പെണ്ണിനെ വിവാഹം കഴിക്കണം. നിസാമിന്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിഴ കടന്നുപോയി. ഷെമി! അവന്റെ ശബ്ദമൊന്ന് ഉയർന്നു. ആരാ നിന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചെന്ന് എനിക്കറിയാം. കാണുന്നുണ്ട് ഞാൻ അവരെ. എന്നെ കൊണ്ട് ആരും പറയിപ്പിച്ചല്ല, എൻ്റെ ആഗ്രഹം.
എനിക്കിനി എണ്ണപ്പെട്ട ആയുസേ ഈ ഭൂമിയിലുള്ളൂ എന്നൊരു തോന്നൽ. ഞാൻ പോകും മുമ്പ് ഇക്കാനെ നിൽക്കാൻ കഴിയണം. ഇനി എന്നെ കാത്തിരിക്കരുത്. ഇക്കാനെ സന്തോഷിപ്പിക്കാനും ഇക്കാനെ നല്ല ഭാര്യയാവാനൊന്നും ഇനി ഷെമീന കഴിയില്ല. എന്നോടുള്ള സ്നേഹം സത്യമായിരുന്നെങ്കിൽ ഇക്ക മറ്റൊരു വിവാഹം കഴിക്കണം. ഞാൻ പറഞ്ഞൊക്കെ കേൾക്കൂലേ? നെഞ്ച് പിടയുന്നുണ്ടെങ്കിലും അവൾ ഗൗരവമിടാതെ പറഞ്ഞു ചേർത്തു. എന്നെ കൊണ്ട് അതിന് കഴിയ പാത്തു. നിനക്ക് മാറണിഞ്ഞപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ, ഈ ജന്മം നിസാമിന്റെ പെണ്ണായി നീ മാത്രമേ ഉണ്ടാവൂള്ളൂ. നിന്റെ സ്ഥാനത്ത് മറ്റാളെ കൂടെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല പെണ്ണേ. അതുകൊണ്ടൊന്നും ഷെമീനെ വിട്ടില്ല. ആളവനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒടുവിൽ നിസാം മനസ്സോടെ വിവാഹത്തിന് തയ്യാറായി. പെണ്ണ് കാണാനൊന്നും അവൻ പോയില്ല. ഉമ്മയും പെങ്ങന്മാരും പോയി കണ്ട് ഉറപ്പിച്ചു വന്നു. പെങ്ങൾ ഫോണിലേക്ക് ആ പെൺകുട്ടിയുടെ ഫോട്ടോ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നിസാം അത് തുറന്നു പോലും നോക്കിയില്ല. ഇക്ക ഓള് മൊഞ്ചത്തിയാണോ? ഒരു ദിവസം കയറി വന്നപ്പോൾ ഷെമീനെ ചോദിച്ചു. ആ എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. ഹസീനത്തെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട് ഫോട്ടോ. ഞാൻ നോക്കാൻ പോയിട്ടില്ല. അവൻ അലസമായി പറഞ്ഞു. ഞാനും നോക്കിക്കോട്ടെ ഇക്ക. അവൾ പറഞ്ഞപ്പോഴാണ് അവൻ ആ പിക്ക് ഓപ്പൺ ആക്കിയത്. നല്ല മൊഞ്ചുള്ള കുട്ടിയാ, ഇക്കാകെ ചേരും പറയുമ്പോൾ തൊണ്ടയിടറാതിരിക്കാൻ ശ്രദ്ധിച്ചു. അങ്ങനെ നിസാമിന് നിക്കാതെ ദിവസം വന്നെത്തി. പുറമേ ശരിയുണ്ടെങ്കിലും ഹൃദയം പൊട്ടുന്ന ഓടെയാണ് ഷെമീന ഓരോ നിമിഷവും തള്ളി നീക്കിയത്. എന്റെ മാത്രമായവൻ ഇന്ന് മറ്റൊരാളുടെ കൂടെയാണെന്ന് ഓർക്കുന്തോറും ഉള്ളു പിടഞ്ഞുകൊണ്ടിരുന്നു. നിക്കാതെ കഴിഞ്ഞതും നിസാം നേരെ ഷെമീനയെ കാണാനെത്തി. അവന്റെ മുഖത്ത് എന്നും കാണുന്ന പുഞ്ചിരിയില്ല. ആൾക്ക് മുഖം കൊടുക്കാതെ ഒരു കുറ്റവാളിയെ പോലെ അവൻ ഇരുന്നു. ഷെമീനയ്ക്ക് എന്തോ പറയാനറിയാത്തൊരു നോവ് തൊണ്ടയിൽ കുരുങ്ങി നിന്നു. വാക്കുകൾ കിട്ടാതെ രണ്ടുപേർക്കുമിടയിൽ മൗനം തളം കിട്ടി. പരസ്പരം മുഖത്തോട് മുഖം നോക്കിയപ്പോൾ രണ്ടുപേരുടെയും മിഴികൾ നിറഞ്ഞിരുന്നു. അന്ന് ഷെമീനയ്ക്ക് ഉറക്കം വന്നില്ലെങ്കിലും നേരത്തെ കണ്ണടച്ചുറങ്ങിയ പോലെ കിടന്നു. അവളെ ഉറക്കാതെ അവൻ അവിടുന്ന് പോവില്ലെന്നറിയാം. അവൾ ഉറങ്ങിയെന്നറിഞ്ഞതും മനസ്സോടെ പതി അവൻ എണീറ്റ് പുറത്തേക്ക് ഇറങ്ങി. തിരിഞ്ഞു നോക്കി പോകുന്ന തന്റെ പ്രിയപ്പെട്ടവളെ ഓർത്തവൾ ചുണ്ട് കടിച്ചു പിടിച്ച് തേങ്ങലടക്കി. നിസാമിന് അവന്റെ മുറിയിലാകെ അസ്വസ്ഥത തോന്നി. എവിടെ നോക്കിയാലും ഷെമീനയുടെ മുഖം. മണവാട്ടിയെ ശരിക്കും നോക്കാൻ കൂടി മനസ്സനുവദിച്ചിട്ടില്ല. മണിയറയിലെ പുത്തൻ മണ അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു. ഡോ താൻ കിടന്നോ, ഞാൻ പുറത്തുണ്ടാവും. പുതുമണവാട്ടിയോട് കിടന്നോളാൻ പറഞ്ഞ് അവൻ ബാൽക്കണിയിൽ വന്നിരുന്നു. തന്റെ പ്രിയപ്പെട്ടവളെ ഓർക്കും തോറും നെഞ്ച് വിങ്ങിക്കൊണ്ടിരുന്നു. എങ്ങനെയൊക്കെയോ നേരം വിളിപ്പിച്ചു. സുബസ്കാരം കഴിഞ്ഞതും ഷെമീനയെ കാണണമെന്ന് തോന്നി. പള്ളിയിൽ നിന്ന് നേരെ അവളുടെ വീട്ടിലേക്ക് വിട്ടു. മോനെന്താ ഇന്ന് നേരത്തെ? ഷെമീനയുടെ ഉമ്മ ഡോറൊന്ന് ചോദിച്ചു. ഒന്നുമില്ല ഉമ്മ, ഷെമീനയെ കാണാൻ തോന്നി. ചാരി വെച്ച ഡോറൊന്ന് അവൻ അകത്തേക്ക് കയറി. ശാന്തമായിട്ട് ഉറങ്ങിയാണ് അവളെന്ന് തോന്നി. ഏറെ നേരം അവളെ തന്നെ നോക്കി അങ്ങനെ ഇരുന്നു. പാത്തു അവനോടെ കയ്യിൽ തട്ടി വിളിച്ചു. അവളുടെ മുടിയിലാകെ പയ്യെ തലോടി. അവന്റെ പാത്തു കണ്ണു തുറന്നില്ല. എന്തോ സംശയം തോന്നി അവൻ അവളെ വീണ്ടും വിളിച്ചു. പാത്തു. അവന്റെ പാത്തു അവനെ പിരിഞ്ഞ് പരലോകത്തേക്ക് യാത്രയായെന്നറിഞ്ഞതും അവൻ അലറി വിളിച്ചു. നിസാമിന്റെ നിലവിളി ആ വീടിന്റെ മുക്കുമൂലയും വരെ മുഴങ്ങി കേട്ടു. നിച്ചുക്ക, നിങ്ങളിങ്ങനെ വിഷമിക്കാണ്ട് ആ കണ്ണുടച്ചേ. നിങ്ങൾക്കറിയില്ലേ, നിങ്ങളെ കണ്ണേറിയുന്ന ഈ പാത്തുവിന് സഹിക്കൂലെന്ന്. പാത്തു എവിടെയും പോയിട്ടില്ല. നിങ്ങൾ വരുന്ന കാത്ത് ജന്നാത്തിലെ ഹൂറാനികൾക്കൊപ്പം ഞാൻ കാത്തിരിക്കും. അവൾ 6 മണിലേക്ക് യാത്രയാക്കി തിരിഞ്ഞടക്കുമ്പോൾ അവളുടെ ശബ്ദം അവന്റെ കാതുകളിലേക്ക് ഒഴുകിയെത്തി. ആളൊഴിഞ്ഞ കബറിടത്തിലേക്ക് നോക്കി അവനൊന്ന് നെടുവേർപ്പെട്ടു.